കലസസ്മുഖേ വിഷ്ണു ഗന്ധേ രുദ്രമൃധ വിശുദ്ധു പരമസത്യത്തിലേക്ക് കടന്നുപോയ പൂർവിക പുണ്യങ്ങൾക്ക് ആത്മസമർപ്പണം ചെയ്ത് പിന്മുറക്കാർ പിണ്ഡമൂട്ടി. എള്ളും കറുകയും അരിയും പൂവും അർപ്പിച്ച് പിതൃക്കൾക്ക് തിലോദകം. പച്ചിലത്തുമ്പിൽ വേവിച്ച ഉണക്കലരി ദർഭയിൽ വിരിച്ച് പുഷ്പാക്ഷതങ്ങൾ ചേർത്ത് ഓർമ്മകൾ കൊണ്ട് തർപ്പണം. ഇത്തവണ പുലർച്ചെ 2 മണിയോടെ ബലിത്തറകൾ ഉണർന്നു. മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ഈറനൊടുത്ത് തർപ്പണത്തിന് എത്തിയവരെ കൊണ്ട് സ്നാനഘട്ടങ്ങളും ബലിക്കടവുകളും പുലർച്ചെ തന്നെ നിറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽക്കേ ചടങ്ങുകൾ തുടങ്ങി. 7 ഇടങ്ങളിലായി ഒരേ സമയം 3500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. കടൽ തീരങ്ങളിൽ അപകട സാധ്യത കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളോടെയാണ് ബലിപ്പുരകൾ തയ്യാറാക്കിയിരുന്നത്. തിരുവനന്തപുരം ശംഖുമുഖം, വർക്കല പാപനാശം, കൊല്ലം തിരുമുല്ലവാരം കടൽ തീരങ്ങളിൽ പുലർച്ചെ തൊട്ടേ വൻ തിരക്കായിരുന്നു. ആലുവ മണപ്പുറത്ത് പതിവ് പോലെ ഇത്തവണയും വൻ തിരക്ക് അനുഭവപ്പെട്ടു. പുഴയുടെ ആഴമേറിയ ഭാഗങ്ങളിൽ പ്രത്യേകം ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ബലിയിടാനെത്തിയവർക്ക് പോലീസും വിവിധ സംഘടനകളും സഹായമെത്തിച്ചു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വയനാട്ടിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 10,000 ബലിയർപ്പിച്ചു. പുലർച്ചെ 3 മണി മുതൽ പാപനാശിനിക്കരയിൽ തർപ്പണം തുടങ്ങി. ബലിയിടാനെത്തിയവർക്കായി KSRTC പ്രത്യേക യാത്രാ സൗകര്യം ഒരുക്കിയിരുന്നു. റവന്യൂ, വനം, ആരോഗ്യം, ഫയർഫോഴ്സ് വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. വയനാട്ടിലെ മുത്തങ്ങ, പൊൻകുഴി ശ്രീരാമക്ഷേത്രത്തിൽ 30,000-ലധികം പേർ ബലിയർപ്പിച്ചു. 500 പേർക്ക് ഒരുമിച്ച് ബലിയർപ്പിക്കാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഭാരതപ്പുഴയോരത്തെ ബലിത്തറകളിൽ 10,000 ബലിയർപ്പിക്കാനെത്തി. സംസ്ഥാനത്തെ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും ബലിത്തറകൾ തയ്യാറാക്കിയിരുന്നു. മിക്കയിടത്തും പ്രഭാത ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ബലിയർപ്പണത്തിന് രാത്രി വരെ സമയമുണ്ടെങ്കിലും മിക്കയിടത്തും ഉച്ചയോടെ ചടങ്ങുകൾ പൂർത്തിയായി. കർക്കിടക വാവു ദിനത്തിലെ ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് വർഷം മുഴുവൻ ലഭ്യമാകുമെന്നാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.